വെൽക്കം ബാക്ക് ടു സൈലൻഡിങ്. ഇറ്റ്സ് മീ ആനന്ദ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, നമ്മുടെ എക്സാം ആണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം എക്സാം ആണ്. ഫസ്റ്റ് ടൈം എക്സാമിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അതിനകത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള 8421 മെത്തേഡ്, 421 മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടും കൂടിയാണ് ഈ രണ്ട് പാർട്ട് എന്ന് അല്ലേ. യെസ്, അപ്പൊ എന്താണ് ഈ 421 മെത്തേഡ്, എന്താണ് ഈ 8421 മെത്തേഡ് എന്ന് പറയുന്നത്, അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. യെസ്, അപ്പൊ നമ്മൾ ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് എന്ത് 421 മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഒക്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെയാണ് ഒക്ടൽ നമ്പേഴ്സ് അല്ലെ. 0 മുതൽ 7 വരെ. ഇവിടെ 0 എന്ന് പറഞ്ഞൊരു ഒക്ടൽ നമ്പർ വിചാരിക്കുക. 0 എന്നൊരു ഒക്ടൽ നമ്പർ ആണ്. അപ്പൊ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈനറി ഈക്വൽ എത്ര ബിറ്റ് ആയിരിക്കും? 3 ബിറ്റ് ആയിരിക്കും. അപ്പോൾ ഏത് ബൈനറി നമ്പേഴ്സ് ആണെങ്കിലും ഒക്ടന്റെ ഈക്വൽ എത്ര ബിറ്റ് ആയിരിക്കും? 3 ബിറ്റ്സ് ആയിരിക്കും. ഇവിടെ നോക്കാം, 0യുടെ ബൈനറി 3 ബിറ്റും 0, അതൊക്കെ പഠിച്ചു വെച്ചേക്കാം. 1 ആകുമ്പോൾ നോക്കുക, 1 ആകുമ്പോൾ 1 ആണ് ഈ 421 നോക്കുക. എല്ലാവരും 421 നോക്കിക്കൊണ്ടിരിക്കുക. യെസ്, 421 നോക്കുക. അപ്പൊ 421 നോക്കുമ്പോൾ 1ന് നേർക്ക് മാത്രം 1 ഇടുക, ബാക്കിയെല്ലാം 0 ഇട്ട് കേട്ടോ. 1ന് നേർക്ക് മാത്രം 1 ഇട്ട് ബാക്കിയെല്ലാം 0 ഇട്ട്. then അപ്പൊ 2 ആകുമ്പോൾ നമ്മളെ കണ്ട 421 നോക്കുക, കണ്ട 2ന്റെ നേർക്ക് മാത്രം സാർ 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. അപ്പോൾ 3 ആകുമ്പോൾ നമ്മൾ 3 ആകുമ്പോൾ 2ഉം 1ഉം 3. അപ്പൊ 2ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. അപ്പോൾ 4 ആകുമ്പോൾ 4ന്റെ നേർക്ക് 1 ഇട്ട്, ബാക്കിയെല്ലാം 0 ഇട്ടു. ഓക്കെ, ഇത് നിന്റെ നേരെ കേട്ടോ. യെസ്, നെക്സ്റ്റ് 5 ആകുമ്പോൾ 4ഉം 1ഉം 5. അപ്പം 4ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും ഇട്ട്, ബാക്കിയെല്ലാം 0 ഇട്ടു. ഓക്കെ, അപ്പൊ 6 ആകുമ്പോൾ 4ഉം 2ഉം 6. അപ്പൊ 4ന്റെ സ്ഥാനത്ത് 2ന്റെ സ്ഥാനത്ത് വന്നിട്ട് ബാക്കിയെല്ലാം 0 ഇട്ട്. 7 ആകുമ്പോൾ 4ഉം 2ഉം 6, 6 1 7. 4 2 6, 6 1 7. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അതായത് 2 5 7 ബേസ് 8നെ ബേസ് 2യിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ. 2 5 7 ആകുമ്പോൾ 2ന്റെ ഈക്വലിന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ബോക്സ് പെട്ടെന്ന് എപ്പോഴും വരയ്ക്കണം നിർബന്ധമില്ല. അപ്പൊ 2 ആകുമ്പോൾ 0 1 0 അല്ലെ. 0 1 0. 5 ആകുമ്പോൾ 5 ഇങ്ങനെ നോക്കാം. 5 ആകുമ്പോൾ 4ഉം 1ഉം 5, 4 1 0 1 അല്ലെ. 7 ആകുമ്പോൾ 3 ബിറ്റും 1. അപ്പൊ ഇതാണ് മക്കൾ എന്ത് ഇതിന്റെ ബൈനറി ഈക്വലന്റ്. ക്ലിയർ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാൻ ക്വസ്റ്റ്യാണ്. ജസ്റ്റ് എടുത്ത് നോക്കാം. ഈ അടുത്ത 8421 മെത്തേഡ് ആണ്. എങ്ങനെ നമുക്ക് ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ അതിന്റെ ഈക്വൽ ആയിട്ടുള്ള ബൈനറിയോട് കൺവേർട്ട് ചെയ്യാം എന്ന് പറയുന്നത് നമുക്ക് 8421 മെത്തേഡ് എന്ന് പറയും. ഇവിടെ നോക്കാം, നിങ്ങൾ ഞാൻ കുറച്ച് ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് ആദ്യം നോക്കാം. 8421 മെത്തേഡ് ആകുമ്പോൾ ഒരു ഹെക്സാഡെസിമലിന്റെ ബൈനറി ഈക്വൽ എത്ര ബിറ്റ് ആകും? 4 ബിറ്റ് ആയിരിക്കും. ഇവിടെ നോക്കാം, 0യുടെ ഈക്വലിന് 4 ബിറ്റും 0 ആയിരിക്കും. 1 ആകുമ്പോൾ 1ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 2 ആകുമ്പോൾ 2ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 3 ആകുമ്പോൾ 2ഉം 1ഉം എത്ര മക്കളെ? 3 2ഉം 1ഉം 3. 2ന്റെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് ഇട്ടു. 4 ആകുമ്പോൾ 4ന്റെ നേർക്ക് 1 ഇട്ടു അല്ലെ. 4ന്റെ നേർക്ക് 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 5 ആകുമ്പോൾ 4ഉം 1ഉം എത്ര മക്കളെ? 5. 4ഉം 1ഉം 5. അപ്പൊ 4ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്ത് 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. ഇനി 6 ആകുമ്പോൾ നോക്കാം. 6 ആകുമ്പോൾ 8421 കഴിക്കും. 6 ആകുമ്പോൾ 8ഉം 4ഉം 6 ആകുമ്പോൾ 4ന്റെ സ്ഥാനത്ത് 2ന്റെ സ്ഥാനത്ത് ഇട്ട്, ബാക്കിയെല്ലാം 0 ഇട്ടു. 7 ആകുമ്പോൾ 4 2 6, 6 1 7. അപ്പൊ 4 2 സ്ഥാനത്ത് 2ന്റെ സ്ഥാനത്ത് 1ന്റെ സ്ഥാനത്ത് ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 8 ആകുമ്പോൾ 8ന്റെ നേർക്ക് മാത്രം 1 ഇട്ടു, ബാക്കിയെല്ലാം 0 ഇട്ടു. 9 ആകുമ്പോൾ 8ഉം 1ഉം 9 അല്ലെ. 8ഉം 1ഉം 9. 10 ആകുമ്പോൾ 7 10 അല്ലെ. 10 ആകുമ്പോൾ 8ഉം 2ഉം 10. എന്താണ്? 8ഉം 2ഉം 10. 11 ആകുമ്പോൾ 8ഉം 2ഉം 10, 10 1ഉം 10. 12 ആകുമ്പോൾ 12 സി ആകുമ്പോൾ നിങ്ങൾ സി ആകുമ്പോൾ 8ഉം 4ഉം 12. ഓക്കെ, ബാക്കി ഡിയും ഇയും എഫിന്റെ ബൈനറി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ. യെസ്, അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ നമ്മളെ എല്ലാവരും ഉഷാറായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ.